ബാർസലോണയുടെ പുതിയൊരു എപ്പിസോഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ബാർസലോണ കരിയർ മോഡ്. അതായത് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരിയർ മോഡ് കുറച്ച് ദിവസം നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഫ്ലോപ്പായിപ്പോയി. അതായത് ഗെയിം ഡിലീറ്റ് ആയിപ്പോയി. അതാണ് സംഭവം. പിന്നെ എനിക്ക് ഫസ്റ്റ് മുതലെല്ലാം വായിക്കുന്നതിനേക്കാളും നല്ലത് ഒരു മോഡ് കാറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ഞാനൊരു മോഡ് കാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിനി വീഡിയോയിലോട്ട് പോവാണ്. ഇതിൻ്റെ അകത്തുനിന്ന് അങ്ങനെ പൈസ നമ്മൾ എടുക്കത്തില്ല. നിങ്ങൾ പറയുന്ന എത്ര വ്യൂസ് നമുക്ക് ഒരു സീസണിൽ കിട്ടുമോ അത്രയും ഒരു വ്യൂസിന് 1 മില്യൺ വെച്ചിട്ട്. ഓക്കെ, അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ സ്കോഡ് ഇങ്ങനെയാണുള്ളത്. ഇതിൻ്റെ അകത്ത് ഒരു മാറ്റം വരുത്തിക്കണ്ട. ഗൈസ്, ഒരു കോൾ വരുന്നുണ്ട്. എന്നിട്ട് ഗൈസ് എന്നെ വിളിച്ചത് ലാലിഗ പ്രസിഡൻ്റാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ലാലിഗ പ്രസിഡൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞത് നമുക്ക് കുറച്ച് പൈസ വേണമെന്നാണ്. ആ പൈസ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. പൈസ ഇപ്പോൾ പറയും. ആദ്യം നമുക്ക് വിൽക്കാം കുറച്ച് പ്ലേയേഴ്സിനെ. നമുക്ക് എന്തായാലും 4 പേരെല്ലാം വിൽക്കേണ്ടി വരും. ഞാൻ ഫസ്റ്റ് ടെർ സ്റ്റെഗനെയും ലെവൻഡോസ്കിനെയും വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ വിൽക്കുന്ന ഡാനി ഓൾമേനെയാണ്. ഞാൻ കുറച്ച് തപ്പി നോക്കി. ഈ വിൽക്കാൻ വന്ന ക്രിസ്ത്യൻസിനെയാണ്. അപ്പോൾ നമുക്ക് 75 മില്യൺ ഉണ്ട്. എത്ര മില്യൺ ആവശ്യം ഉണ്ടാവാൻ നോക്കാം. നമ്മൾ കയ്യിൽ നിന്ന് തന്നെ 120 മില്യൺ പോയിട്ടുണ്ട്. ഇപ്പോൾ 75 മില്യൺ ആണല്ലോ. ഞാൻ പിന്നെ വേറെ കാര്യം കാണിച്ചു തരാം. ഒന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മൾ 16 തന്നെയാണ് എല്ലാം വെച്ചത്. കിറ്റ് നമ്മൾ ഈ സീസണിൽ ഇവരെ കിറ്റും വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. തിരിച്ച് ചെയ്യാൻ പറ്റത്തില്ല. വെയിറ്റ്. ഓക്കെ, നമ്മൾ കിറ്റൊന്നും മാറ്റിയിട്ടില്ല. പകരമായിട്ട് ഞാനൊന്ന് കീഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചൊരു CF നിയമമാണ്, ഒരു ഗോൾ കീപ്പർ നിയമമാണ്. നമുക്ക് ഗോൾ കീപ്പർ ഫസ്റ്റ് നടത്തുക. കാരണം നമുക്ക് ഗോൾ കീപ്പർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അവരെ കൊണ്ടുവരണം. നമ്മളെ ശേഷനി അങ്ങ് റിട്ടയർ ആയിപ്പോയി. ഈ സീസണിൽ തന്നെ അങ്ങ് റിട്ടയറായി. അല്ലെങ്കിൽ ഗോൾ കീപ്പറാണ് ശേഷനി റെഡിയായി. ഗൈസ്, നമുക്ക് ചെറിയ പൈസക്ക് സമ്മറിന് ന്യൂ ഇയറിനേറ്റം വാങ്ങിക്കാം. ചെറിയ പൈസ വേണ്ടി ന്യൂ ഇയറിനെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അല്ലാണ്ട് ന്യൂ ഇയറിന് വാങ്ങിക്കുന്നില്ല, ശരിയാകത്തില്ല. നമ്മൾ അപ്പോഴത്തേക്ക് നമ്മുടെ റിയൽ ലൈഫ് സൈനിങ് തന്നെ കിട്ടാം. ഓനെടുത്തു സെർച്ചാണ്. 20 മില്യൺ എന്തായാലും ചിലവാകും. ഗാർസിയ 20 മില്യണാണ് എൻ്റെ വാല്യൂ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. 20 മില്യൺ കൊടുത്താലേ കിട്ടുള്ളൂ. അത് വേറെ കാര്യം. ഓക്കെ, 20 മില്യൺ തന്നെയാണ്. 15 കൊടുത്താലും കിട്ടുമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് സ്ട്രൈക്കറാണ്. ബാക്കി 55 മില്യൺ ഞാൻ ബോനിക്കന്നെ പൊട്ടിക്കത്തില്ല. ഞാൻ കുറച്ച് നോക്കട്ടെ. കാസ്റ്റർ നല്ലതാണ്. വേറെ ഇനി ആരാ വാങ്ങിക്കും ഞാൻ? നിങ്ങൾക്കറിയാം, ആൻഡ്രിയ സിൽവേനെ അറിയാമോ നിങ്ങൾക്ക്? RIP പാവാണ് ആൻഡ്രിയ സിൽവ. വിറ്റീന്യ സാമു. നമുക്ക് വേണം സ്കൗട്ട് ചെയ്യുക. സ്കൗട്ട് റിപ്പോർട്ട് എത്തും. യെസ് ഗൈസ്, നമ്മളിങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതായത് വണ്ടി ഇത് വന്നിട്ടുണ്ട്.
ഈ സമയം കഴിഞ്ഞാൽ 2 സ്കൗട്ട് റെഡിയായേ. നമുക്ക് പെട്ടെന്ന് 2 സ്കൗട്ട് വന്നടാ. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എങ്ങനെ ഇത്ര സ്കൗട്ട് റെഡിയായി. ഞാൻ 20 മില്യൺ ഫസ്റ്റ് ഓഫർ ഇടുവാണ്. പോർട്ട് 20 മില്യൺ തന്നടാ. അപ്പോൾ അത്ര വലിയ പ്ലെയറൊന്നും ആയിരിക്കില്ല. നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ടും കൂടി സെറ്റാക്കിയിട്ട് ഇറങ്ങാം, മാച്ച് കളിക്കാൻ ഇറങ്ങാം. ഓക്കെ, എല്ലാം സെറ്റ്. ഫസ്റ്റ് മാച്ച് കളിക്കുക. ഇനി ഏതൊക്കെ പൊസിഷനെ മാറ്റം പറ്റിക്കാൻ നിങ്ങൾ പറയണം. നമുക്ക് പൈസ ഇല്ല. ഇനി കാർഷികനെ കൊണ്ട് ഈ സീസണിൽ 2 ലാ ലീഗ മാച്ചസ് എല്ലാം കളിക്കുന്നത്. ഈ ഒരു എപ്പിസോഡ് ഞാൻ ലാഗൊന്നും അടുപ്പിക്കുന്നുണ്ട്. ഈ എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഒട്ടും ലാഗ് എത്തിക്കില്ല. ഇപ്പോൾ 5 മാച്ചെല്ലാം കളിച്ചിട്ട് അങ്ങ് പോയില്ല മറ്റേക്ക്. പിന്നെ ലാഗ് വെച്ച് കിട്ടാം. സൈൻ ചെയ്യേണ്ട പൈസ നമ്മളെടുത്തില്ലെങ്കിൽ ഇവൻ നെയ്മറാണ്. ഫസ്റ്റ് നെയ്മറെ കളിയാക്കുന്നില്ല. പെട്ടെന്ന് നമുക്ക് ഫൗളായിരുന്നുണ്ട് നെയ്മറിനെ പോലെ. നെയ്മറിനെ കളിയാക്കുന്നില്ല. ഒരു നെയ്മർ എപ്പോഴും എന്തെങ്കിലും വീക്കാണ് നെയ്മർ ഉപയോഗിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. യങ്സ്റ്റേഴ്സിൽ ഇറക്കാം. വീട് പിടിക്കട്ടെ. പാവോ വിട്ട് ഒറ്റതാണ് അത് സംസാരിക്കും. ഫെർമീനും പാബ്ലോ ടോറയും ഫെർമീനാർക്കും പാബ്ലോ ടോറയും വെച്ചിറങ്ങുന്നുണ്ട്. ഇറക്കുന്നില്ല ഞാൻ. പിന്നെ കുവാർസിനെ ഇറക്കാം. വേറെ ആരെയൊരുക്കുന്നില്ല. വീട് പോയിട്ട് മാർട്ടീനസ് ചെയ്ത് ഞാനിപ്പോൾ എന്തായാലും ഫെർമീനെ മാത്രമേ ഇറക്കുന്നുള്ളൂ. ഒരു ഗോൾ കൂടെ എടുത്തിട്ട് നമുക്ക് കുവാർസിനെ ഇറക്കണം. നമ്മളങ്ങനെ ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മൾ സബ്സ്റ്റിറ്റ്യൂറ്റും വെച്ചിരിക്കുന്നത് അറോഹോ പകരം. ഇനിയോ മാർട്ടീനസിന് ആവശ്യമുണ്ടാവും. കാരണം കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഹാട്രിക് അടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഓനെ സബ്ബാക്കി മാറ്റിയിട്ട് പൗൾട്ടർ വീണ്ടും ഹാട്രിക് അടിച്ച് തിരിച്ച് വരുന്നു. ബാൽഡേ, റാഫിന്യ, ബാക്ക് പാസ്, യമാൽ കട്ട് ചെയ്തു. യമാൽ പാസ്റ്റ് റാഫിന്യൻ്റെ ഒരു കട്ട് ഗോൾ അടിച്ചു. 5 അത്ലറ്റിക്കിനെ ഞാൻ പൊട്ടിച്ചു. അത്ലറ്റിക്കിനെതിരെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇന്നിഗോ, റാഫിന്യ, ഗാവിനൊക്കെ ഗോൾ അടിപ്പിച്ചത്. മിഡ്ഫീൽഡേഴ്സ് അങ്ങനെ കളിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓലെ കൊണ്ട് മാക്സിമം ഗോളും അസിസ്റ്റും കൊടുക്കാൻ നോക്കണം. അസിസ്റ്റ് കൂട്ടിയില്ല. കുഴപ്പമില്ല, ജയിച്ചല്ല, അതെല്ലാം മതി. സമൂഹനേരം അവനെ വിക്ടർ ഇറങ്ങിക്കോട്ടെ. അല്ല യമാലിന് വേറെ ആരും കളിക്കില്ല. റയൽ മാഡ്രിഡിനെതിരെ നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് നമുക്കറിയുന്നത്. നല്ല ഡിഫൻസ് ഓർഡർ ചെയ്തുകൊണ്ടിരുന്നു. ബോളെടുത്ത് എങ്ങനെ ലാഗ് അടുപ്പിക്കുന്നില്ലെന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് ലാഗായി തുടങ്ങിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് ഫസ്റ്റ് ലാഗായിക്കോട്ടെ. നേരത്തെ പറഞ്ഞത്
പെടിയർക്കോ വാൾവേടനെ കൊണ്ടൊന്നും ഗോൾ അടിക്കാൻ പറ്റുന്നില്ല. പവോ ആവൂല കവിൽ ഷോട്ട് ലീഡ് എടുക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ലീഡ് എടുത്തിട്ട് അത്യാവശ്യം നല്ലോണം കളിക്കണം, പിടിച്ച് കളിക്കണ്ടിട്ട്. വിക്ടർ ഗോൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് വിക്ടറായിരിക്കും സമൂഹക്കാരൻ കൂടുതലിറങ്ങും. ഒരു ഗോളും കൂടി ലീഡ് ഉണ്ടെങ്കിൽ നല്ല കഴിഞ്ഞ പക്ഷേ ലീഡ് കിട്ടില്ല. ഒരു ഗോളും കൂടി ലീഡ് എടുത്തിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എത്തിക്കാം. അല്ലെങ്കിൽ 70 മിനിറ്റിൽ ഓക്കെ. അൻസു ഫാറ്റിൻ്റെ കാര്യത്തിലാണ് പക്ഷേ ഇല്ലാണ്ട് ഇറങ്ങിക്കോട്ടെ. ഡിഫൻസ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ ലോ റേറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് നിർത്തിക്കുന്ന റിസ്ക്. അൻസു ഫാറ്റിക്ക് കഴിഞ്ഞ കളി ചാൻസ് കൊടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ കളിയും ചാൻസ് കൊടുത്തത്. ഫസ്റ്റ് ട്രോഫി നമ്മളുടെ ഈ ഒരു ക്ലബ്ബ് ഞാൻ മാനേജ് ആയപ്പോഴത്തെ ഫസ്റ്റ് ട്രോഫി എടുത്തിരിക്കുകയാണ്. സൂപ്പർ കപ്പാണ് സ്പെയിനത്തെ. ഒരു സ്കോഡും ഒക്കെ ഇട്ടെ എന്നിട്ട് പറ നമ്മൾ ജയിക്കും. ഞാൻ എന്തായാലും 2 മാച്ച് കളിക്കും. ഒരു മാച്ച് 2 മാച്ച് സ്കിപ്പും ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ലാസ്റ്റ് പാൽമാസിനെതിരെ യമാലിൻ്റെ 2 ഫ്രീ എൻ്റെ ഭാഗത്ത് എനിക്ക് ഫ്രീ കളിക്കാതെ തുടങ്ങി തോന്നി. അതുകൊണ്ട് യമാലിനെ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഹാഫ് അങ്ങനെ തീർത്തിരിക്കുകയാണ്. സ്റ്റാഫിൽ നമ്മൾ കസാഡോന, പെഡ്രിക്കാരും പാബ്ലോ ടോറോ ഇറങ്ങിക്കില്ല ഇതുവരെ. ഫെർമിന് അൻസു ഫാറ്റി ഫെർമിൻ വേറെ ഇറക്കും. ഞാൻ ഫെർമിനെ ഇറങ്ങിക്കില്ലല്ലോ. അൻസു ഫാറ്റി കഴിഞ്ഞ കളിക്കില്ല. അല്ലാണ്ട നമ്മുടെ ക്യാപ്റ്റൻ അല്ലേ, അല്ല ക്യാപ്റ്റൻ അല്ല ഇതുവരെ. ക്യാപ്റ്റൻ ആക്കണം നമുക്ക് അടുത്ത എപ്പിസോഡ് ഉണ്ട്. അല്ല അടുത്ത സീസൺ ഉണ്ട്. ശരിക്കും ഗോളായ ഞാൻ പോട്ടത്തരം കാണിച്ചെന്ന് വിചാരിച്ചിരിക്കുന്നത്. വളങ്ങളിൽ ഗാബി നമുക്ക് മാറ്റേണ്ട സമയമായി. ഗാബി ഗോൾ അടിച്ചിട്ട് അത് അത്രേ ഉള്ളൂ. ഗാബി ഗോൾ അടിച്ചിട്ടാ കീ കയറും. ഡിഫൻസ് മൊത്തം യങ്സ്റ്റേഴ്സാണ്. അൻസു ഫാറ്റി, പവോ വിക്ടർ യങ്സ്റ്റേഴ്സ്. പിന്നെ യമാലും വിക്ടർ എല്ലാവരും യങ്സ്റ്റേഴ്സ്. ഞാൻ യങ്സ്റ്റേഴ്സിൻ്റെ സ്കോർ ഒരു പെനാൾട്ടി വാങ്ങി. നമ്മളൊരു പെനാൾട്ടി വാങ്ങി. റയലിനോട് ഒരു കളിയുണ്ട്, ലാസ്റ്റ് 3 മാച്ച് ഇല്ല. നമുക്ക് ഈ മാച്ചും കൂടെ കളിച്ചാലോ? ഈ മാച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത മാച്ച് എടുക്കാം. നല്ല കേട്ടോ. ഒത്തിനിറങ്ങിയപ്പോൾ അടുത്ത ആൾ പോയി. ഫെർമിൻ്റെ കളി
സമൂഹം ഞാൻ ഫസ്റ്റ് ഇടുവാണ്. ഒന്ന് മര്യാദയ്ക്ക് എനിക്ക് കളിപ്പിക്കാനും പറ്റില്ല. ഗൈസ്, നമ്മളുടെ ഫസ്റ്റ് ക്യാപ്റ്റൻ അപ്പോൾ റാഫീനി ആയിരിക്കും. സെക്കൻഡ് ക്യാപ്റ്റൻ പിന്നെ പെഡ്രിയും. ഓക്കെ, ഓളങ്ങളിൽ കുറച്ച് മാച്ച് ലാഗായിട്ടല്ലേ. നല്ലൊരു ഗോൾ അടിച്ചു. നമ്മൾ ഫ്രീ കിട്ടിയപ്പോൾ നമ്മൾ ഗുഡാണ്. എന്നേക്കാൾ ഞാൻ അടിക്കുന്നുണ്ടല്ലോ പ്രത്യേകം. യമാലാണ് അടിച്ചത്. ലെവൻസ് കാര്യത്തിലാണ് തീരുമാനിച്ചത്. ലീഗ് വന്നപ്പോഴത്തേക്ക് നമ്മളുടെ പിള്ളേർ ലോണായി. റാഫീനിയ ഫസ്റ്റ് സമു നല്ലോണം കളിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഗോളടിച്ച് സ്റ്റാർട്ട് ചെയ്തു. നല്ലത്. നമ്മളെ ക്രോസ് കൊടുക്കാൻ ഓടിക്കോളെ. പാസ് ലിയോനെ. ക്രോസ് കമ്മിങ് ടു സമൂഹ ഗോള്. ഈ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് പൊട്ടത്തരം, ചെറിയൊരു പൊട്ടത്തരം മാറ്റിക്കരുത്. അവിടെ ക്യാപ്റ്റ കമ്മോൺ, യു കാൻ ഡു ഇറ്റ്. ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ക്രോസ് ചെയ്യുന്ന ആദ്യത്തെ ആളെ. ബാക്ക് പാസ് ആൻഡ് ഒരു പറ്റിക്കൽ. യമാലും സമയം എന്തെന്നാണ് കാണിക്കുന്നില്ല. റാഫിന് വന്നാലേ ശരിയാവുള്ളൂ. അത്രയേ ഉള്ളൂ. റഫാവു. അടുത്ത സീസണിൽ റാഷ്ഫോർഡ് വരും. മേ ബി ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും. വേറൊരാളെയും കൂടി നമുക്ക് കൊണ്ടുവരാൻ നാട്ടി നോക്കും. സാമു ഈസി ടീമായിരിക്കും. പക്ഷേ ഇത് വേൾഡ് ക്ലാസ് ആണ്. മാക്സിമം വെച്ചിട്ട് ഇവരെല്ലാം 6 മട്ടെങ്കിലും പൊട്ടാൻ. അത് ഇത്രയുള്ള സ്കോറിനോട് ചുമ്മാ 6 ആയപ്പോഴത്തേക്ക് അത് ബഗ് പോലട്ടോ. സത്യൊരു ബഗ്ഗാ. റാഫീനിയ സമൂഹമെല്ലാം അതിൻ്റെ കാര്യമല്ല. ഇവന്മാർ നമ്മളോട് പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് 3 ആണ് ലാ ലീഗ ടോപ്പ് സ്കോറേഴ്സ്. ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മളെ ഒരു വ്യൂസിൻ്റെ അത്ര 1 മില്യൺ ആയിട്ട് ഞാൻ കൂട്ടും അടുത്ത സീസണിലേക്ക്. എല്ലാവർക്കും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.